പാർലമെന്റിൽ പ്രതിപക്ഷം വീണ്ടും ശക്തി പ്രാപിക്കുകയാണ്. ഉപരാഷ്ട്രപതിയും രാജ്യസഭാ അധ്യക്ഷനുമായ ജഗ്ദീപ് ധൻഖർക്കെതിരെ ഒറ്റക്കെട്ടായി നീങ്ങാനും അവിശ്വാസ പ്രമേയം കൊണ്ടുവരാനും പ്രതിപക്ഷമായ ഇന്ത്യ സഖ്യം തീരുമാനിച്ചിരിക്കുന്നു. രാജ്യസഭയിലെ പ്രതിപക്ഷ അംഗങ്ങളെയെല്ലാം മൂന്നാംകിട ആളുകളായിട്ട് കാണുകയും നിരന്തരം അധിക്ഷേപിക്കുകയും ഒക്കെ ചെയ്യുന്നതാണ് ഇദ്ദേഹത്തിൻ്റെ ജോലി. അങ്ങനെ അംഗങ്ങളോട് മോശമായി പെരുമാറിയെന്ന് ചൂണ്ടിക്കാട്ടി ഏറ്റവും വലിയൊരു നീക്കത്തിലേക്ക് കടക്കുകയാണ് പ്രതിപക്ഷം. അവിശ്വാസ പ്രമേയവുമായി മുന്നോട്ടു പോകാൻ സഖ്യം തീരുമാനിച്ച സ്ഥിതിക്ക് BJP അല്പം വിയർക്കുക തന്നെ ചെയ്യും. ഉപരാഷ്ട്രപതിക്കെതിരെ ആദ്യമായിട്ടാണ് പ്രതിപക്ഷം പുറത്താക്കൽ നടപടിക്ക് മുതിരുന്നത് തന്നെ. അതിനുള്ള എല്ലാ നീക്കങ്ങളും ഇന്ത്യ മുന്നണി നടത്തിക്കഴിഞ്ഞു. ഇരിക്കുന്ന കസേരയുടെ മഹത്വം പോലും മറന്ന് BJPയുടെ ഒരു ഏജന്റിനെ പോലെ പ്രവർത്തിക്കുന്ന ജഗദീപ് ധൻഖറിനെ രാജ്യസഭയുടെ അധ്യക്ഷ സ്ഥാനത്ത് നിന്നും നീക്കം ചെയ്യാൻ ഒപ്പ് ശേഖരിച്ചുകൊണ്ടാണ് MP-മാർ ഇന്നലെ സഭയിൽ നിന്നും പിരിഞ്ഞുപോയത്. പുറത്താക്കൽ പ്രമേയത്തിന് ഒരു MP-യുടെ കത്ത് മാത്രം മതിയെന്നിരിക്കെ കൂട്ടത്തോടെ ഒപ്പ് വാങ്ങിക്കുകയാണ് ഇന്ത്യ സഖ്യം. അതിനർത്ഥം ഈ നീക്കം വിജയിപ്പിക്കുക തന്നെ ചെയ്യും എന്നുള്ളതാണ്. ഒരു ജനാധിപത്യ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഈ നീക്കം അസാധാരണമാണ്, അതുപോലെ തന്നെ ഗൗരവമേറിയതാണ്. സാധാരണ ഒരു സ്പീക്കറെയോ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയെയോ തന്നെ പുറത്താക്കുന്നത് പോലെയല്ല രാഷ്ട്രപതി, ഹൈക്കോടതി, സുപ്രീം കോടതി ജഡ്ജിമാർ, കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എന്നിവരെയൊക്കെ പുറത്താക്കുന്നത് വലിയ സംഭവം തന്നെയാണ്. അത് വെറുമൊരു അവിശ്വാസ പ്രമേയമല്ല, അതിനെയാണ് ഇംപീച്ച്മെൻ്റ് എന്ന് പറയുന്നത്. എന്നാൽ ഉപരാഷ്ട്രപതിയെ പുറത്താക്കാൻ ഇംപീച്ച്മെൻറ്റ് പ്രമേയത്തിന് പകരം അവിശ്വാസ പ്രമേയമാണ് പ്രതിപക്ഷം കൊണ്ടുവരിക. പ്രമേയം രാജ്യസഭയിലും ലോകസഭയിലും പാസാക്കണം. അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കുന്ന സമയത്ത് മാത്രമല്ല, മൊത്തം അംഗങ്ങളുടെ ഭൂരിപക്ഷമാണ് അവിടെ വേണ്ടത്. ലോകസഭയിൽ ഭരണകക്ഷിക്ക് ഭൂരിപക്ഷം ഉണ്ടെന്നിരിക്കെ പ്രമേയം വിജയിക്കില്ല എന്ന് പ്രതിപക്ഷത്തിന് തന്നെ അറിയാം. പക്ഷേ പ്രമേയത്തിൽ ചർച്ച നടക്കുമ്പോൾ ആരോപണ വിധേയനായ ഈ ഉപരാഷ്ട്രപതി ആ സഭയിൽ അല്ലെങ്കിൽ രാജ്യസഭയിൽ അധ്യക്ഷത വഹിക്കാതെ മാറി നിൽക്കേണ്ടി വരും. ചർച്ചയ്ക്കിടയിൽ നാളിതുവരെ ജഗദീപ് ധൻഖർ നടത്തിയ പ്രവർത്തനങ്ങളിലെ വിമർശനമെല്ലാം എണ്ണമിട്ട് നിരത്താൻ പ്രതിപക്ഷത്തിന് അവിടെ കഴിയും. അതോടെ ഉപരാഷ്ട്രപതിയുടെ അല്ലെങ്കിൽ രാജ്യസഭാ അധ്യക്ഷൻ്റെ മുഖം മൂടിയാണ് അവിടെ അഴിഞ്ഞുവിടാൻ പോകുന്നത്. സർക്കാർ അജണ്ടകൾ വിട്ട് പ്രതിപക്ഷം മുന്നോട്ട് വയ്ക്കുന്ന വിഷയങ്ങളിൽ ഈ രാഷ്ട്രീയം വലിയ രീതിയിൽ ചർച്ചയാകുമ്പോൾ അത് ഇന്ത്യ സഖ്യത്തിന് തന്നെയാണ് നേട്ടമുണ്ടാക്കുക. രണ്ടു സഭകളിലും ഭൂരിപക്ഷം ഉണ്ടായാൽ മാത്രമേ ഉപരാഷ്ട്രപതിയെ മാറ്റാൻ കഴിയുകയുള്ളൂ എന്നതുകൊണ്ട് അത് മാറ്റാൻ കഴിഞ്ഞില്ലെങ്കിലും മോദി സർക്കാരിനെ ഒന്ന് പിടിച്ചു കുലുക്കാൻ പ്രതിപക്ഷത്തിന് സാധിക്കും. അതുകൊണ്ട് ശീതകാല സമ്മേളനത്തിൻ്റെ തുടക്കം തന്നെ ഉപരാഷ്ട്രപതിക്കെതിരെയുള്ള ഒരു യുദ്ധപ്രഖ്യാപനവുമായിട്ടാണ് ഇന്ത്യ സഖ്യം എത്തുക. ഒരു കാര്യം വളരെ വ്യക്തമാണ്, 10 വർഷത്തോളമായി പ്രതിപക്ഷത്തെ എന്താക്ഷേപിച്ചാലും പാർലമെൻറ്റിൽ കയ്യടിച്ചിരുന്ന ഒരു സഭ എന്നത് മാറ്റി പ്രതിപക്ഷത്തെ തൊട്ടാൽ വിവരമറിയുമെന്ന ഒരു സന്ദേശം നൽകാൻ ഇന്ത്യ സഖ്യത്തിന് കഴിയുന്നു. ഏതായാലും രാജ്യത്തിൻ്റെ ഭരണം നരേന്ദ്രമോദിയുടെ കയ്യിലുണ്ട് എന്നല്ലാതെ അനങ്ങാൻ സമ്മതിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. കഴിഞ്ഞ ദിവസം മോദി സർക്കാർ അവതരിപ്പിച്ച വഖഫ് ബില്ലിനെ തുടക്കത്തിൽ തന്നെ പരാജയപ്പെടുത്തിയതടക്കം കിട്ടുന്ന അവസരങ്ങളെല്ലാം ഗോളാക്കി മാറ്റുന്നതിൽ തുടർച്ചയായി പ്രതിപക്ഷം വിജയിക്കുമ്പോൾ നരേന്ദ്രമോദി ക്ഷീണിതനാവുകയാണ്. അത് തന്നെയാണ് പ്രതിപക്ഷത്തിൻ്റെ ആവശ്യവും.